യു പ്രതിഭ, എം.എസ്. അരുൺകുമാർ അടക്കം 4 പുതുമുഖങ്ങൾ CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലേക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച പാനൽ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. 5 പേരെ ഒഴിവാക്കി. ജില്ലാ സെക്രട്ടറിയായി R. നാസർ തുടരും. വിവരങ്ങളുമായി മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, പാർട്ടിയിൽ വിഭാഗീയത കൊടുകുത്തി വാഴുന്നൊരു ജില്ലയാണ്. ആ വിഭാഗീയത പലപ്പോഴും പരസ്യ പ്രതികരണ രൂപത്തിലും അല്ലാതെയും ഒക്കെ പുറത്തേക്ക് പുറപ്പെട്ട ജില്ല കൂടിയാണ്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ, എന്തൊക്കെയാണ് പുതിയ കൂട്ടിച്ചേർക്കലുകൾ? ഹാഷ്മി, ഈ സമ്മേളന കാലയളവിൽ PB അംഗം കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും 3 ദിവസവും മുഴുനീളെ പങ്കെടുക്കുന്ന ഒരു സമ്മേളനം എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും ജില്ലാ സെക്രട്ടറിയെയും തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതിനെ സംബന്ധിച്ചുള്ള ആലോചനാ യോഗം ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CC അംഗങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് പങ്കെടുക്കുക. അങ്ങനെ ഉണ്ടായ യോഗത്തിലാണ് പുതിയതായി 4 പേരെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. 45ഓ 46ഓ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിരിക്കും. അതിൽ 4 പേർ, ഒന്ന് മാവേലിക്കര MLA M.S. അരുൺകുമാർ, മറ്റൊന്ന് യു പ്രതിഭയാണ്. കായംകുളം MLA യു പ്രതിഭ നിലവിൽ തകഴി ഏരിയ കമ്മിറ്റി അംഗമാണ്. മാവേലിക്കര ഏരിയ കമ്മിറ്റി കൂടിയാണ് M.S. അരുൺകുമാർ. മറ്റ് 2 പേർ 2 ഏരിയ സെക്രട്ടറിമാരാണ്. ഒന്ന് ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ, മറ്റൊന്ന് മാരാരിക്കുളം ഏരിയ സെക്രട്ടറി രഘുനാഥാണ്. നേരത്തെ വലിയ വിമർശനം ഉണ്ടായിരുന്നത് ജില്ലാ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ 15 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള 4 ഏരിയ സെക്രട്ടറിമാർ മാത്രമായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഏരിയ സെക്രട്ടറിമാരെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം, യുവാക്കളെ കൂടി പരിഗണിക്കണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് 2 പേരെ കൂടി പരിഗണിച്ചിട്ടുള്ളത്. പക്ഷേ യുവാക്കളുടെ പ്രാതിനിധ്യം താരതമ്യേന കുറവാണെന്നുള്ള ആക്ഷേപം കൂടിയുണ്ട്. ഒപ്പം തന്നെ കായംകുളത്ത് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട കായംകുളം ഏരിയ സെക്രട്ടറി അബിൻ ഷായെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നൊരു വിമർശനം കൂടിയുണ്ട്. പക്ഷേ ജില്ലാ സമ്മേളനത്തിൽ ഈ പാനൽ വെൽക്കുമ്പോൾ അതിന് എതിർ അഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. നിലവിൽ യു പ്രതിഭ നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അങ്ങനെ ആ നിലയിൽ വളർന്നു വന്ന നേതാവാണ്. നിലവിൽ തകഴി ഏരിയ കമ്മിറ്റി അംഗമാണ്. അങ്ങനെ 4 പേരെ ഉൾപ്പെടുത്തുന്നു. 5 പേരെ ഒഴിവാക്കുന്നത് കൃത്യമായ വിവരം നമുക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ള സൂചനകൾ, ഒന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് G. വേണുഗോപാൽ, M. സുരേന്ദ്രൻ, ജലജ ചന്ദ്രൻ, അതല്ലെങ്കിൽ കായംകുളത്ത് നിന്നുള്ള ശിവദാസൻ, അതല്ലെങ്കിൽ മുൻ കായംകുളത്ത് ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ, ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കുക. അതിന്റെ മാനദണ്ഡങ്ങൾ, ഒന്ന് വിഭാഗീയ പ്രശ്നങ്ങളുടെ ഭാഗമായി പലപ്പോഴും വിവാദങ്ങളുടെ നടുവിൽ നിന്ന ആളുകളെ മാറ്റാനും, ഒപ്പം തന്നെ പ്രായപരിധി വെച്ച് നോക്കുകയാണ് 75 വയസ്സ് കഴിഞ്ഞ് 2 നേതാക്കളാണുള്ളത്. ഒന്ന് G. വേണുഗോപാലും സുരേന്ദ്രനുമാണ്. അങ്ങനെയാണെങ്കിൽ M. സുരേന്ദ്രനെയും G. വേണുഗോപാലെയും പ്രായത്തിന്റെ മാനദണ്ഡം വെച്ചാണ് 75 വയസ്സിന് ശേഷമുള്ള ആളുകൾ എന്ന രീതിയിൽ ഇവരെ 2 പേരെയും മാറ്റാനുള്ള തീരുമാനം ഈ പാനൽ ജില്ലാ കമ്മിറ്റിയിൽ വെക്കുന്നത്, ജില്ലാ സമ്മേളനത്തിൽ വെക്കുന്നത്. ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇന്നും പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പാനൽ അംഗീകരിച്ച ശേഷമായിരിക്കും പിന്നീട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പൂർണ്ണമായ മറുപടി പ്രസംഗം കൂടി നടത്തി ഇന്നത്തെ സമ്മേളന സെഷൻ ഇവിടെ അവസാനിക്കുന്നത്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം റെഡ് വോളണ്ടിയർ പരേഡാണ്. ആ പരേഡ് വൈകുന്നേരം സീതാറാം യെച്ചൂരി ഗ്രൗണ്ടിൽ എത്തിച്ചേരും. അതിനുശേഷമാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുക. അവിടെ നേരത്തെ ഉദ്ഘാടനത്തിനും സമാപനത്തിനും ക്ഷണിച്ചിട്ടും എത്താതിരുന്നിരുന്നു മുതിർന്ന നേതാവ് G. സുധാകരൻ. അദ്ദേഹത്തിന് ആദ്യ ഉദ്ഘാടന സെഷനിൽ പങ്കെടുത്ത് പിന്നീട് മടങ്ങിപ്പോകേണ്ട ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് താൻ ഒഴിവാകുകയാണെന്ന് വിശദീകരണമായിരുന്നു നൽകിയത്. അതുകൊണ്ട് തന്നെ G. സുധാകരൻ ഈ സമാപന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നത് നോക്കിക്കാണും. എന്താണെങ്കിലും യു പ്രതിഭ, M.S. അരുൺകുമാർ, ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ, മാരാരിക്കുളം ഏരിയ സെക്രട്ടറി രഘുനാഥ് അടക്കമുള്ള 4 പേരെയാണ് പുതിയതായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ച. ആ പാനലിൽ ജില്ലാ സമ്മേളനം കൂടി അംഗീകരിക്കുന്നതോടെ ആലപ്പുഴയിലെ പുതിയ CPM പാർട്ടിയുടെ അമരക്കാരെ തെരഞ്ഞെടുക്കാവും. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയായി R. നാസർ തന്നെ തുടരട്ടെ എന്ന തീരുമാനമാണ് നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് ഉള്ളത്. 2018 അന്ന് സജി ചെറിയാൻ ജില്ലാ സെക്രട്ടറിയായി ഇരിക്കുന്ന സമയത്ത് ചെങ്ങന്നൂർ ബൈ ഇലക്ഷൻ വന്ന സമയത്താണ് സജി ചെറിയാൻ അവിടെ സ്ഥാനാർത്ഥിയായി പോകുന്ന സമയത്ത് അവിടെ താൽക്കാലിക ജില്ലാ സെക്രട്ടറി R. നാസർ ചുമതലയേൽക്കുന്നത്. നിലവിൽ 6 വർഷത്തോളമായി അദ്ദേഹത്തിന് 2 ടേം കഴിഞ്ഞു. പക്ഷേ 3ാമത്തെ ടേം തുടരാൻ ഉള്ള ടിക്കറ്റ് അദ്ദേഹത്തിന് പാർട്ടി നൽകുകയാണ്. അങ്ങനെയാണെങ്കിൽ സമ്മേളനം അംഗീകരിക്കുകയാണെങ്കിൽ ആലപ്പുഴയുടെ അമരക്കാരനായി CA2-ന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും 35 വർഷത്തോളം ആയി പാർട്ടി മെമ്പർഷിപ്പിലുള്ള R. നാസർ ആയിരിക്കും ഇനിയും പാർട്ടി സെക്രട്ടറിയെ തുടരുക. ഹാഷ്മി.